ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾക്കിന്ന് കുടിവെള്ളം ഇല്ലാതായപ്പോഴേ കുടിവെള്ളമൊക്കെ തീർന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വെള്ളത്തിന് വിളിച്ച് പറഞ്ഞാൽ അവർ വരില്ല. അപ്പം ഞാൻ ഭാഗത്തുനിന്ന് കുറച്ച് വെള്ളം എടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത് കേട്ടോ. പോണ വഴിക്ക് നമ്മൾക്ക് മയിലമ്മനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പോകണം മയിലമ്മനെ എത്തിക്കിട്ട. മയിലമ്മനൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ വെള്ളത്തിന് പോണ വഴിക്ക് കൂടെ പോന്നു. ഇവിടെ നമ്മുടെ തൊട്ടടുത്താണ് 2 മയിലുകൾ ചാടിയാണ്. അയ്യോ, എന്താണ് ചാടിന് പീതിയൊക്കെ ഒന്ന് വിടർത്തി കാണിച്ചു തരണമെങ്കിൽ ഭംഗിയായിരിക്കും. പീതിയൊക്കെ ഒന്ന് വിടർത്തിയേ. ഹലോ, ഒന്ന് ഡാൻസ് കളിച്ചേ. മയിലമ്മേ, ഒന്ന് പീരൊക്കെ വിടർത്തി ഭംഗിയാക്കി തായോ വീഡിയോ എടുക്കാൻ. മയിലമ്മേ, കുയിലമ്മേ, വാ, പീലി വിടർത്തിത്താടോ. ഭംഗിയില്ലാത്ത മയില്. അങ്ങനെ പറഞ്ഞാലെങ്കിലും ഒരു പീലി വിടർത്തി തരുമെന്ന് വിചാരിച്ചു. പക്ഷെ അനുസരണ ഇല്ല. ഈ വീട്ടിൽ മയിലുണ്ടാ വളർത്തണത്, അതുകൊണ്ട് തന്നെ വേഗം അനുസരണം ഉള്ളതാണെന്ന് തോന്നുന്നു. എന്താ കൂടുതൽ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് വെള്ളത്തിന് പോകാം. ആ വണ്ടി പോകുന്ന ഭാഗത്താണ് വെള്ളം എടുക്കാൻ വേണ്ടി പോണത്. എന്തായാലും നമുക്ക് വെള്ളത്തിൽ പോയിട്ട് വരാം. ഓക്കെ, സായത് ജിമ്മിന് പോണ ഇവിടെ നിട്ടാ. ഇവിടെ സായത് ജിമ്മിന് പോണ സ്ഥലമാണ് ഈ കാണുന്നത്. സായതിൻ്റെ ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകണത്. ഏതാണ്ട് ഈ ഭാഗം പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ വെള്ളത്തിന് വന്നു. ഇവിടെ വെള്ളം എടുക്കണത് ഈ അറബികളിന് വെള്ളമൊക്കെ കൊടുക്കണം കേട്ടോ. ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കണ വെള്ളമാണ്. ഇവിടെ ഒരു ക്യാന് വെള്ളത്തിന് 6.50 ആവും. ആ ഭാഗത്തുനിന്ന് നമ്മളിപ്പോൾ വന്നത് പള്ളിയിപ്പുറത്തല്ല നമ്മൾ താമസിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ഒരു തത്ത ഇരുന്ന് കരയുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ തത്തകളുണ്ട് കേട്ടോ. ആ വീടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു തത്ത കരയുന്നുണ്ട്. ആ തത്ത പോയോന്നറിയില്ല. ഇപ്പോൾ പോയത്. നല്ല ഭംഗിയുള്ള മോഡൽ വീടുകളൊക്കെ ഉണ്ട് നമ്മുടെ. ഇനി വെള്ളം നിറക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വീഡിയോ എടുക്കാം. ഇങ്ങനെ ഇരിക്കുന്നത് തത്തമ്മനെ നോക്കിയപ്പോൾ മൈനകൾ വന്നു. മൈനകൾ കൂടിയിട്ട് ചിരിയും കളിയും. ഒരാൾക്ക് നാണക്കെടായിട്ടാ, ഇയാൾ മാറി. മറ്റാളെന്തേ പോകണം. ക്രീ 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 ക്രോ 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 ക്രോ. ആ മുറ്റത്തൊരു മൈന സുരേഷ് തിരിഞ്ഞ് നോക്കി. 3ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലോ. മൈന ക്ലീ 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 ക്രൂ ക്രൂ ക്രൂ. എവിടെ നിന്നാണ് ഈ ശബ്ദം? സുരേഷ് തിരിഞ്ഞ് നോക്കി. മുറ്റത്തൊരു മൈന തവിട്ട് നിറഞ്ഞ വെളുപ്പ് നിറത്തിലുള്ള തൂവൽ, കഴുത്തും കൊക്കും മഞ്ഞ നിറം. സംശയമില്ല, മൈന തന്നെ. മൈനകളെ കാട്ടിൽ മാത്രമല്ല, നാട്ടിൽ പുറത്ത് നഗരത്തിലും കാണാമെന്നൊക്കെ പോന്നപ്പോൾ അവരെ ശബ്ദമൊക്കെ മാറ്റി. കിരികിരി കടലാസ് കടലാസ് പോകും. ഇവിടെ ഉണ്ട് കുറേ ചെടികളൊക്കെ. വീടുകളൊക്കെ അറബികളുടെ വീട്ടിൽ ചെടികളാണ് നീ കാണുന്നതൊക്കെ. ചെടികളൊക്കെ തന്നെ അധികം ഉണ്ടാവും. നമ്മുടെ നാട്ടിലത്തെ പോലെ അടിപൊളിയൊന്നും ഉണ്ടാവില്ല.
ഭംഗിയിൽ അലങ്കരിക്കാൻ അറിയവർക്ക്. സന്തോഷിക്കാനൊക്കെ അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, അത് എത്ര വെള്ളം എടുത്തുള്ളൂ കേട്ടോ. അത് ഫുള്ള് അങ്ങോട്ട് താങ്ങിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ള വെള്ളവുമായിട്ട് നമുക്ക് പോകാമെന്ന് കരുതി. ഞാനൊരു അങ്ങനെ വരുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടതേ, നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങക്കാലം കഴിയാറായപ്പോഴേ ഇവിടെ മാങ്ങ കഴിക്കാനായിട്ട് പൂക്കളൊക്കെ ഇട്ടിരിക്കും, ഫുള്ള് പൂവിട്ടിരിക്കും. എവിടെയെന്നറിയോ, നമ്മുടെ മൈലമ്മയുടെ വീടിനിട്ട മൈലമ്മോട് നമുക്ക് ഇവിടെ പറയാം. നമ്മുടെ ഒരു തെങ്ങൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആ വീട്. പനകളാണ് കൂടുതൽ, പക്ഷെ അവർ മോഡലിനായിട്ട് ഇത് വാഴ തെങ്ങൊക്കെ വെച്ച് പിടിപ്പിക്കും. മൈലമ്മ അതെ കയറിയിരിക്കണം കേട്ടോ. നമ്മൾ പോയിന്ന് കണ്ടപ്പോൾ ആൾ മുകളിലേക്ക് കയറി. ഇപ്പോൾ ചാടുമ്പോൾ താഴത്തേക്ക് ഫോട്ടോ എടുക്കണമെന്ന് കാണുമ്പോൾ ഓടി ഇറങ്ങും താഴത്തേക്ക്. രണ്ടാൾ വേറെ ഉണ്ട് കേട്ടോ. രണ്ടാളെത്തേക്കൊന്ന് പോയി നോക്കാം, ധൈര്യമുള്ളവരാണോ എന്ന് നോക്കാം. നമുക്ക് ധൈര്യമുള്ളവരാണോ എന്ന് നോക്കാം. ഇത് ചില രാഷ്ട്രീയക്കാരെ പോലെ ഒളിച്ചും പതങ്ങിയൊക്കെ ഇരുന്ന് കുറ്റം പറയും, ആളെ കണ്ടാൽ പേടിച്ച് മുട്ടുംകാല് വിറക്കും. അതേപോലത്തെ മയിലുകളായത് ഉണ്ടോ, അത് കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എടുത്ത് നമുക്ക് പോകാം. നമ്മളെ റൂം കാണുന്നുണ്ട്. ആ റൂമിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ കാണുന്ന ജനൽ നമ്മുടേതാ. ഈ കാണുന്ന 3 ജനൽ കാണില്ലേ, ഇത് നമ്മുടേതാ. മേലത്തെ ഇട്ടാ നമ്മൾ എടുത്ത വെള്ളം എന്തേ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്തിട്ട് തൽക്കാലം പോകാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ്. നമ്മുടെ അജുമോൻ പറയാം മാവ് എന്നല്ല കേട്ടോ, മാങ്ങ മരം എന്നാണ് പറയും. അത് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവർക്കത് മാങ്ങമരം തന്നെ. അതായത് മാങ്ങമരത്തിൻ്റെ പൂക്കളൊന്ന് കാണാം. ഒരു ഉമ്മ കൊടുത്തോ, നിങ്ങൾക്ക് ഉമ്മൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. നമ്മുടെ പരിസരങ്ങൾ ഈ സൈഡിൽ നിന്നിട്ട് എടുക്കുമ്പോൾ പള്ളിയുടെ മുമ്പിൽ വീടുണ്ട്. ആദ്യം താമസിച്ചിരുന്ന ഹോട്ട് ബർഗറിനാണ് കാണുന്നത്. നമ്മുടെ ടൈപ്പിംഗ് സെൻറ്റർ, ആ വണ്ടി പോണ ഭാഗം കണ്ട ആ കാണുന്നത് ടൈപ്പിംഗ് സെൻറ്റർ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിങ്ങനെ നേരെ വന്നിട്ട് ആ വീടിൻ്റെ ജനൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്പ് സെൻറ്ററും കാണാം. ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ. ഇതാ കാണുന്നതിന് സാബിയുള്ള സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ആ കാർ പോർച്ചണത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ള റൂമിലാണ് ഞാൻ സാബിയുള്ള സമയത്ത് താമസിക്കുന്നത്. നല്ല കാറ്റായത് കൊണ്ടാണ് നമുക്ക് ഒന്നും കേൾക്കാനൊന്നായിട്ട് കഴിഞ്ഞിരുന്നില്ല. നല്ല കാറ്റുണ്ടായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.